ഇന്ന് നീ ദൈവത്തിന്റെ സ്നേഹം വിട്ട് അകന്നു പോകുന്നവനാണോ? പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. ദൈവം നിന്റെ നിക്ഷേപമാണെങ്കിൽ നീ സ്വരൂപിക്കുന്നതും കൂട്ടിച്ചേർക്കുന്നതും ഈ സ്നേഹത്തെ കവിയുന്നതായുള്ള വേറെ ഒരു സ്നേഹമില്ല. എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹബന്ധനം. സ്തോത്രം. ഇന്ന് നാം പറയുവാൻ പോകുന്ന ഒരു കാതലായ ദൈവവചനം നാം എല്ലാവരും കേൾക്കണമേ. ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാതെ അവസാനം വരെ കാണുക. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോടുള്ള ദൂത് ഇപ്രകാരം ഇടപെടുവാൻ ഇടയാകും. സ്തോത്രം. നോക്കണം, നാം ഇന്ന് പല നിക്ഷേപങ്ങൾ കൂട്ടിവെക്കുന്നവരാണ്. നാം എവിടെ പോയാലും പലത് സമ്പാദിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. ഈ ലോകത്തിന്റെ ആഗ്രഹമായിരിക്കുന്ന പലതിലേക്ക് നമ്മുടെ നിക്ഷേപങ്ങളെ നാം സ്വരൂപിച്ച് വെക്കുമ്പോൾ അവിടെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഒരു നിത്യമായ ദൈവസ്നേഹം എന്നതിനെ കുറിച്ച് നാം ആരും മറന്നു പോകുവാൻ ഇടയാകരുത്. സ്തോത്രം. ഇന്ന് നീ ദൈവത്തിന്റെ സ്നേഹം വിട്ട് അകന്നു പോകുന്നവനാണോ? പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചാൽ മറുപടി ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രാർത്ഥനയോടെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ജീവിതത്തിൽ ദൈവമായുള്ളൊരു ബന്ധത്തിൽ കടന്നു പോകാൻ പറ്റാതെ ദുഃഖിക്കുന്ന ഒരു വ്യക്തിയാണോ? ഇന്ന് നിനക്കുള്ള പരിഹാരമുണ്ട്. സ്തോത്രം. ദൈവവചനം വ്യക്തമായി വെളിപ്പെടുത്തുന്നു, നിന്റെ നിക്ഷേപം എവിടെയുണ്ടോ അവിടെ നിന്റെ ഹൃദയം ഉണ്ട്. സ്തോത്രം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? നിക്ഷേപം പലവർക്കും വേണം, വേണ്ടെന്നല്ല. പക്ഷേ ആ നിക്ഷേപത്തിൽ തന്നെ നമ്മുടെ ഹൃദയമായി പോകുമ്പോൾ തീർച്ചയായി അവിടെ നാം ദൈവമായുള്ള വലിയ ബന്ധത്തിൽ നിന്ന് അകന്നു പോകുകയാണ്. സ്തോത്രം. നാം അകന്നു പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ദൈവത്തോട് അടുക്കുവാൻ കഴിയുന്നത്? ദൈവമായി അടുക്കുവാൻ കഴിയുന്ന ഒരു വഴിയുണ്ട്. ആ വഴിയാണ് കർത്താവിന്റെ വചനം. വചനം വ്യക്തമായി വെളിപ്പെടുത്തുന്നു, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ അവനെ സ്നേഹിക്കുക. സ്തോത്രം. അവനെ നാം പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ അവനെ നാം സ്നേഹിക്കുമ്പോൾ മറ്റുള്ള ലോകപരമായുള്ള എല്ലാ സ്നേഹവും നമ്മളെ വിട്ടുപോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകപരമായി ദൈവത്തെ അടുപ്പിക്കുന്ന ആ ഒരു സ്നേഹം നിന്നെ വിട്ട് അകന്നു പോകുവാനിടയാകും. അത് അകന്നു പോകുന്നത് കൊണ്ട് നിനക്ക് നഷ്ടമല്ല സംഭവിക്കാൻ പോകുന്നത്, ആദ്യത്തെക്കാളും ഒരുപടിയും കൂടി നിനക്ക് വർദ്ധിക്കുവാൻ പോകുക. സ്തോത്രം. ഇന്ന് ദൈവമായൊരു അടുപ്പമില്ല, ദൈവമായൊരു ബന്ധമില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. എത്ര ദൈവസന്നിധിയിൽ ഇരുന്നാലും, എത്ര ഞായറാഴ്ച ഞാൻ ആരാധനയ്ക്ക് പോയാലും ദൈവമായൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു പോകുന്നുണ്ടോ? അതിൻ്റെ ഒരു കുറവ് ഇതാണ്, നിന്റെ നിക്ഷേപം ഇരിക്കുന്ന സ്ഥലത്ത് നിന്റെ ഹൃദയവും ഇരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് ദൈവമായൊരു ബന്ധത്തിൽ നടക്കുവാൻ കഴിയുന്നത്? ഹല്ലേലൂയ. നീ ദൈവമായൊരു ബന്ധത്തിൽ നടക്കണമെങ്കിൽ നിന്റെ ഹൃദയം, നിന്റെ നിക്ഷേപം ആ ദൈവമായി മാത്രം ഇരിക്കുവാനിടയാകണം. ദൈവം നിന്റെ നിക്ഷേപമാണെങ്കിൽ നീ സ്വരൂപിക്കുന്നതും കൂട്ടിച്ചേർക്കുന്നതും അതൊന്നും നഷ്ടമായി പോകുകയില്ല. ഹല്ലേലൂയ. അതിന്റെ ആധാരമായി നാം വായിക്കാം ദൈവത്തിന്റെ തിരുവചനത്തിൽ നിന്ന്. ആവർത്തന പുസ്തകം അതിന്റെ 6-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഇപ്രകാരം പറയുന്നു, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ അവനെ സ്നേഹിക്കുക. സ്തോത്രം. ആ ഒരു സ്നേഹത്തിൽ തന്നെ നിന്റെ സകല വളർച്ചകളുമുണ്ട്. നിന്റെ സാമർത്ഥ്യമായുള്ള വളർച്ചകൾ, നിന്റെ ആരോഗ്യമായുള്ള വളർച്ചകൾ എല്ലാം ഈ ഒരു സ്നേഹത്തിൽ ഒതുങ്ങിയിട്ടുണ്ട്. പിന്നെ എന്തിനാ പ്രിയരെ നാം മറ്റുള്ള ലോകപരമായുള്ള സ്നേഹത്തിന്റെ പുറകെ ഓടുന്നത്? സ്തോത്രം. നമുക്ക് വേണ്ടപ്പെട്ടതായുള്ള എല്ലാ വളർച്ചകളും ഇവിടെ ഇരിക്കുമ്പോൾ എന്തിനു വേണ്ടി നാം മറ്റുള്ള വളർച്ചകളെ അന്വേഷിക്കുന്നു? ഇന്ന് നാം മടങ്ങി വരുവാനിടയാകണം. ഹല്ലേലൂയ. കർത്താവ് ആഗ്രഹിക്കുന്ന ഇപ്രകാരമാണ്, എന്റെ കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുമ്പോൾ
അവൻ എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കിൽ തന്നെ ഇരിക്കുവാനിടയാകണം. ഏതൊരപ്പനും ആഗ്രഹിക്കുന്നത് പ്രകാരമാണ് തൻ്റെ മക്കൾ തൻ്റെ അടുക്കിൽ ഉണ്ടാകുവാനിടയാകണം. തൻ്റെ അപ്പന്റെ അടുക്കിൽ ഇരിക്കുമ്പോൾ മാത്രമേ അവനൊരു ആപത്തും അനർത്ഥങ്ങളും വഹിക്കാതെ അവൻ മറച്ചു പിടിക്കുവാനിടയാകുകയുള്ളൂ. സ്തോത്രം. ഇന്ന് നീ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കിലാണോ ഉള്ളത്? സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിലാണോ ഉള്ളത്? ഉലകത്തിൽ ഈ സ്നേഹത്തെ കവിയുന്നതായുള്ള വേറെ ഒരു സ്നേഹമില്ല. നിത്യസ്നേഹവും നിത്യമാർഗവും നിത്യരക്ഷയും യേശു ക്രിസ്തുവിൽ മാത്രമാണ്. അത് നീ അറിയുമെങ്കിൽ നിന്റെ നിക്ഷേപം യേശു ക്രിസ്തുവായി തീരുവാനിടയാകും. നിന്റെ ഹൃദയം പൂർണ്ണമായി ദൈവത്തിന് കൊടുക്കുവാനിടയാകും. നിന്റെ മനസ്സ് മുഴുവനും ദൈവത്തിന് കൊടുക്കുവാനിടയാകും. നിന്റെ ശക്തി മുഴുവനും ദൈവത്തിന് കൊടുക്കുവാനിടയാകും. നീ ദൈവത്തിന് വേണ്ടി ഇതെല്ലാം കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ നിത്യമായ സ്നേഹം നിന്നെ മറയ്ക്കുവാനിടയാകും. നിന്നെ മറയ്ക്കുമ്പോൾ നിന്നെ തകർക്കുവാൻ ഈ ഉലകത്തിലിരിക്കുന്ന ഏത് തീയിനും ഏത് വെള്ളത്തിനും നിന്നെ തകർക്കുവാൻ കഴിയില്ല. നീ തകരാതെ മുന്നോട്ട് പോകണമെങ്കിൽ നിന്റെ നിക്ഷേപം കർത്താവ് യേശു ക്രിസ്തുവായിരിക്കണം.